വാക്യം 1 ശമൂവേൽ അതിന്റെ 15-ന്റെ 22-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കാൻ പറ്റുമെന്ന് സാധിക്കും. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹ ആരാധനയെ പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കും. ഈ വചനമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അവിടുത്തെ തിരുവചനം കർത്താവേ അടിയങ്ങൾ സംസാരിക്കാൻ കൊണ്ട് പോകുന്നു. കർത്താവിന്റെ കൃപയും സാമീപ്യത്തോട് കൂടെ ഇരിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്ന വചനം അങ്ങയുടേത്. വചനം ശുശ്രൂഷിക്കുന്നതായ അടിയും അങ്ങയുടേത്. വചനം കേൾക്കുന്നതായ അറിയുന്നവരും അങ്ങയുടേത്. കർത്താവേ, വചനം നിങ്ങൾ കേട്ട് അനുസരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അവിടെ ഞങ്ങളെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. മാനവും മഹത്വവും എടുക്കണം. സകലവും യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഇവിടെ ഇന്ന് ഞാൻ അല്പസമയം സംസാരിക്കാൻ പോകുന്നു. ശൗലിന്റെ തോൽവിയുടെ 5 കാരണങ്ങൾ. ശൗലിന്റെ തോൽവിയുടെ 5 കാരണങ്ങളെ കുറിച്ചാണ് അല്പസമയം സംസാരിക്കാൻ പോകുന്നത്. ഏതൊക്കെ കാരണത്താലാണ് ശൗല് തന്റെ ജീവിതത്തിൽ പരാജയപ്പെടുവാനുള്ളതായ കാരണം? ദാവീദ് ജയിക്കുവാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ശൗലിന്റെ തോൽവിയുടെ 5 കാരണം. എന്തുകൊണ്ടാണ് ശൗല് തന്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയതിനെ കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുക. പറയുന്നത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ. എന്താ പറയുന്നത്? ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? നമ്മളൊരു ഹോമയാഗം നടത്തിയാലും ഒരു ഹനനയാഗം നടത്തിയാലും ഒരു പക്ഷേ ദൈവത്തിന് പ്രസാദമാകത്തില്ല. പക്ഷെ എന്ത് ചെയ്താൽ പ്രസാദമാകും? ദൈവത്തിന്റെ കൽപ്പന നമ്മൾ അതുപോലെ അനുസരിക്കുമെങ്കിൽ അത് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമാണ്. എന്താ? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമാണ്. പക്ഷേ ഒരു പക്ഷേ നിന്റെ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും കെട്ടിടാന്നിരിക്കും. നീ കൽപ്പന അനുസരിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും? അത് ദൈവം നിശ്ചയമായും സ്വീകരിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നമ്മെ പഠിപ്പിക്കാൻ. ഒന്നാമത്തെ കാരണം, ഇദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു അഹങ്കാര മനോഭാവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അല്ലേ? എന്തായിരുന്നു? ശമൂവേൽ വരാൻ താമസിച്ചപ്പോൾ യാഗം കഴിക്കുന്നതിന് ആർക്കറിയില്ലായിരുന്നതായ ശൗൽ എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റ് അവന് അർഹതയില്ല. അല്ലേ? ശമൂവേലിനാണ് അതിന്റെ അർഹത. ആ അർഹത എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കൊടുക്കാതെ എനിക്ക് യോഗ്യതയുണ്ടെന്നുള്ളതായ ചിന്ത എന്ത് ചെയ്തു? യാഗം. അല്ലേ? അപ്പൊ നോക്കണം, ശമൂവേൽ വരാൻ താമസിച്ചപ്പോൾ യാഗം കഴിക്കുന്ന അർഹതയില്ലായിരുന്ന ശൗല് എന്ത് ചെയ്തു? ഹോമയാഗം കഴിച്ചു. ശൗൽ എന്ത് ചെയ്തു? ഫെലിസ്ത്യരെ പരാജയപ്പെടുത്തുവാൻ പല തന്ത്രങ്ങളും ചെയ്തു. ആരാണ്? ശൗല്. ആരെ? ഫെലിസ്ത്യരെ ശക്തന്മാരാണ്. അവരെ പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം പല തന്ത്രങ്ങളും ചെയ്തു. കൂടുതൽ ശക്തിയോടെ ഇസ്രായേൽ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. കൂടുതൽ ശക്തിയോടെ ഇസ്രായേലും യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ശമൂവേൽ യാഗം കഴിക്കാൻ വരാം എന്ന് പറഞ്ഞിട്ട് താമസിച്ചു പോയി. യാഗം കഴിക്കാൻ വരാം, യാഗം നടത്തുവാൻ അധികാരമുള്ളതായ വ്യക്തി വരാം എന്ന് പറഞ്ഞു. പക്ഷേ താമസിച്ചു പോയി. അല്ലെ? എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം താമസിച്ചത് കാരണം ശൗല് യാഗം നടത്തുവാൻ തയ്യാറായി. ശൗല് യാഗം നടത്തുവാൻ അധികാരമുണ്ടോ? ശൗൽ ആരാണ്? ശൗൽ രാജാവ്. പക്ഷേ യാഗം നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? പുരോഹിതനാണ്. അത് ശമൂവേലിനുള്ളതായിരുന്നു.
ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് എന്ത് ചെയ്തു? ചിതറിപ്പോയി. അപ്പോൾ ശൗൽ ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരും എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ചെയ്തു? ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ച് തീർന്ന ഉടനെ അതാ വരുമാര് ശമൂവേൽ വരികയാണ് യാത്ര നടത്താൻ വേണ്ടി. ഇതൊക്കെ കഴിഞ്ഞു തീർന്നു അല്ലേ? എല്ലാം റെഡിയായിരുന്ന സമയത്ത് ആര് വന്നു? ശമൂവേൽ ഇങ്ങനെ വരികയാണ്. എന്നിട്ടോ ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് ചെന്നു. ഉടനെ ഓടി ശമൂവേലിനെ വന്ദനം ചെയ്യുവാൻ ചെയ്തു. ശമൂവേലിന്റെ അടുക്കലേക്ക് രാജാവ് പോവുകയാണ്. എന്നിട്ടോ നീ ചെയ്തത് എന്ത്? ആലോചിച്ചു ശമൂവേൽ, നീ എന്താണ് ചെയ്തത്? ചെയ്യാൻ പാടില്ലാത്തതായ കാര്യം നീ എന്ത് ചെയ്തു? നീ രാജാവായിരിക്കാം, പക്ഷേ അർഹതയുള്ളതായ കാര്യം അർഹതപ്പെട്ടത് മാത്രമേ നീ പാടുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ. രാജാവ് പറഞ്ഞ് ഇവിടെ പുരോഹിതന് യോഗ്യമായ കാര്യം രാജാവ് ചെയ്യാൻ പാടില്ല. തെറ്റാണ് ദൈവസന്നിധിയിലുള്ളത്. തെറ്റാണ്, ഏറ്റവും പാപമാണ്. നോക്കണം. എന്നിട്ടോ അതിന് ശൗല് ജനം എന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല. ഞാൻ ചെയ്തുകൊണ്ടാണ് ജനം എന്നെ വിട്ട് പോകാൻ തുടങ്ങി. പറഞ്ഞ സമയത്ത് യാഗം നടത്തിയില്ല. ആളുകൾ പോകാൻ തുടങ്ങി, എന്നെ വിട്ട് പോകാൻ തുടങ്ങി അല്ലേ? എന്നും ഫെലിസ്ത്യർ മിക്മാസിലെ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്നു എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ടു ഹോമയാഗം കഴിച്ചു പോയി എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. പറയുന്ന ആരോടാണെന്നറിയാലോ? രാജാവിനോട് പറയുന്നത്, നീ ചെയ്തത് ഭോഷത്വം. നീ ആരായിരുന്നാലും ശരി, ഞാൻ ചെയ്യാനുള്ള കാര്യം നീ ചെയ്തത് അത് ഭോഷത്വമായി പോയി എന്ന് പറഞ്ഞു. എന്നിട്ടോ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന് നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. നീ തന്നെയായിരുന്നു രാജാവാകിയിരിക്കുന്ന കാലം. പക്ഷേ അത് നീ മറന്ന് ശമൂവേൽ ചെയ്യാനുള്ളതായ ശുശ്രൂഷ നീ എന്ത് ചെയ്തു? നീ ചെയ്തു. അത് ദൈവസന്നിധിയിൽ ഏറ്റവും പാപം. ഇപ്പോഴും നിന്റെ രാജ്യത്വം ഇനി നിലനിൽക്കുകയില്ല. നീ രാജാവായി വേണ്ട. നീ ആരെന്ന് പറഞ്ഞാലും നീ വേണ്ട അല്ലേ? പുരോഹിതൻ ചെയ്യാനുള്ളതായ ശുശ്രൂഷ, ദൈവത്തിന് വേണ്ടി പുരോഹിതൻ ചെയ്യാനുള്ള ശുശ്രൂഷ ആരെങ്കിലും നടത്തി രാജാവ് കയറി ചെയ്തു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായിക്കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ ഭയങ്കരമായ ശിക്ഷയാണ് കൊടുത്തത് അല്ലേ? ഒരു ഇളവും ദൈവം കൊടുത്തില്ല. ഭയങ്കരമായ ശിക്ഷ. യഹോവ നിന്നോട് കൽപ്പിച്ച് നീ പ്രമാണിക്കായിക്കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കും. വേണമായിരുന്നെങ്കിൽ ദൈവത്തിന് ഇളവ് കൊടുക്കാമായിരുന്നു അല്ലേ? കൊടുക്കാമായിരുന്നു. പക്ഷേ ഇളവ് കൊടുത്തു. കാര്യം ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് അത്രമാത്രം എന്തുണ്ട്? എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. എല്ലാവർക്കും ഇത് ചെയ്യാവുന്ന കാര്യമല്ല. അത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ ചെയ്യാൻ അനുവാദമുള്ളൂ. രാജാവിന് ചെയ്യാനുള്ളതായ അനുവാദമില്ല. പുരോഹിതൻ ചെയ്യേണ്ടതായ വേല പുരോഹിതൻ തന്നെ ചെയ്യണം. അത് മറ്റാർക്കും ചെയ്യാൻ യോഗ്യതയില്ല. ഇന്ന് പലരും അവരവർക്ക് തോന്നുന്നതായ ആളുകളെ കൊണ്ട് നിന്നു ശുശ്രൂഷ ചെയ്യിപ്പിക്കും, പല ശുശ്രൂഷകൾ. പക്ഷെ അതൊന്നും ദൈവസന്നിധിയിൽ യോഗ്യം അല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ ശുശ്രൂഷകളും അർഹതപ്പെട്ടവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. നമ്മുടെ സഭയിൽ ശുശ്രൂഷകളുണ്ട്, അത് യോഗ്യരായ ആളുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലേ? ഓർഡിനറി ക്ലാസ് മാത്രമേ ചെയ്യാവുന്ന ചില ശുശ്രൂഷകളുണ്ട്, അവർ മാത്രമേ ചെയ്യാവൂ. അത് എല്ലാവരും ചെയ്യാൻ പാടുള്ളതല്ല, അത് യോഗ്യമല്ല, അത് തെറ്റാണ് എന്ന് ഓർക്കണം. ഇവിടെയും അർഹതയില്ലാത്തതായ ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ തക്കൊണ്ട് അർഹതയില്ലാത്തതായ രാജാവ് വീണു അങ്ങ് ചെയ്യാൻ പുരോഹിതൻ ചെയ്യാനുള്ളതായ ശുശ്രൂഷ ചെയ്തു. ഒരിക്കലും അതിന് ദൈവം ഒരു ക്ഷമപ്പെടുത്തില്ല എന്നുള്ളതാണ്. അഹങ്കാരപൂർവ്വം ചെയ്തു. ഞാൻ രാജാവാണ്, ഞാൻ ആരാണ്? രാജാവാണ്. ആ ശുശ്രൂഷ എനിക്ക് ചെയ്യാം എന്നുള്ളതായ അഹങ്കാരം അവർക്കുണ്ടായിരുന്നു.
ശൗലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? എക്കാലവും രാജാവായിരിക്കാമായിരുന്ന ആ രാജസ്ഥാനം ചെയ്തു മാറ്റിക്കളഞ്ഞു ദൈവം. നീ ഇനി രാജസ്ഥാനത്ത് വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചു. അതുകൊണ്ട് അർഹതയുള്ളതായ ശുശ്രൂഷ അത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, അഹങ്കാരത്തിന്റെ പരാജയത്തിന് കാരണം ആരുടെ? ശൗലിന്റെ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം അവന്റെ അഹങ്കാരമായിരുന്നു. രണ്ടാമത്തെ കാര്യം അസൂയ. ആരോടാണ് അസൂയ? ദാവീദിനോട് അസൂയ ഉണ്ടായിരുന്നു. ആർക്ക്? ശൗലിന്. എന്താണ് കാരണം നമുക്ക് വായിക്കാം, അല്ലേ? അപ്പോ അസൂയ, രണ്ടാമത്തെ കാരണം അസൂയ ഉണ്ടായിരുന്നു. ദാവീദിന്റെ സാമർത്ഥ്യത്തിലും പിന്നെ പ്രതിസന്ധിയിലും അസൂയ ഉണ്ടായി. പ്രസിദ്ധിയിലൊക്കെ അവന്റെ ആ പുരോഗമനത്തിലൊക്കെ അസൂയ ഉണ്ടായിരുന്നു. ശൗലിന് അസൂയ ഉണ്ടായി. നോക്കണം, നമുക്ക് വായിക്കാം. 1 ശമൂവേൽ 18-ാം അധ്യായം 6 മുതൽ 9 വരെ. 18-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള ഭാഗം വായിച്ചേ. ദാവീദ്, ശ്രദ്ധിച്ചോണേ, അസൂയക്ക് കാരണം, ശൗലിന്റെ അസൂയക്കുള്ളതായ കാരണം എന്താണെന്നാണ് പറയുന്നത്. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ നിന്നൊക്കെ ആ സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തുകൊണ്ട് തപ്പും തമ്പുരുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റ് ചെന്നു. എന്നിട്ടോ സ്ത്രീകള് വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ഇങ്ങനെ പാടി. എന്താ? ശൗല് 1000 കൊന്നു. ശൗൽ എത്ര പേരെ കൊന്നു? 1000 കൊന്നു. എന്നാൽ ദാവീദോ 10,000 കൊന്നു. അത് ഇഷ്ടപ്പെട്ടില്ല, അല്ലേ? നമ്മളെക്കാളും ആരെങ്കിലും മരിച്ചു പോയി നമുക്ക് ഇഷ്ടപ്പെടുവോ? നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ മറ്റു കാര്യങ്ങളിലായാലും മറ്റൊരുത്തിനേക്കാളും നമ്മളൊരു അല്പം മികച്ചു പോയി കഴിഞ്ഞാൽ, മറ്റൊരുത്തിനേക്കാളും നല്ലൊരു വസ്ത്രം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ, മറ്റൊരുത്തിനേക്കാളും നല്ലൊരു വാഹനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, മറ്റൊരുത്തിനേക്കാളും നല്ലൊരു ഭവനം പണിത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? നമുക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല. പിന്നെ ഭ്രാന്താവും അത്, അല്ലേ? ആ ചിന്തം എന്തായി മാറും? അതൊരു ഭ്രാന്തായി മാറും. ഇവിടെ എന്ത് പറഞ്ഞു? ശൗൽ 1000 കൊന്നു. പാടുകയാണ് സ്ത്രീകൾ, സന്തോഷം കൊണ്ട് പാടുകയാണ്. എന്താ? ശൗൽ 1000 കൊന്നു. എന്നാൽ ദാവീദോ 10,000 കൊന്നു എന്ന് പാടി ഇഷ്ടപ്പെട്ടില്ല. അസൂയ ഉണ്ടായി. എങ്ങനെയും ദാവീദിനെ കൊന്നുകളയണം, ദാവീദിന് വേണ്ട എന്നുള്ളതായ ചിന്തയായി. എന്നിട്ടോ എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും ചെയ്തു, ഇങ്ങനെ പാടി ഇഷ്ടപ്പെട്ടില്ല. ഏറ്റവും കോപിച്ചു. ഈ വാക്കവനെ അനിഷ്ടമായി. അവൻ ചെയ്തു ദാവീദിന് 10,000 കൊടുത്തു. നോക്കണേ, ദാവീദിന് 10,000 കൊടുത്തു. എനിക്ക് എത്ര തന്നുള്ളൂ? എനിക്ക് 1000 തന്നുള്ളൂ. അസൂയായി, അല്ലേ? കൊടുത്തു. എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജ്യത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് ചെയ്തു അവൻ പറഞ്ഞു. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് എന്ത് തോന്നി? കണ്ണുകടി. നമ്മുടെ വാക്കുകൾ പറയുകയാണ്, അസൂയ എന്നല്ല, എന്താ? കണ്ണുകടി തോന്നി. അപ്പൊ ആരെങ്കിലും ഒന്ന് നന്നായി പോയി കഴിഞ്ഞാൽ, ആരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ആരെങ്കിലും വസ്തുവകൾ വാങ്ങിക്കഴിഞ്ഞാൽ, ആരെങ്കിലും വീട് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും നല്ല സാരി വാങ്ങിക്കഴിഞ്ഞാൽ കണ്ണുകടിയുള്ളതായ മനുഷ്യരുണ്ട്, അല്ലേ? കണ്ണുകടിയുള്ളതായ മനുഷ്യരുണ്ട്. ആ വാക്കിനെ പറഞ്ഞിരിക്കുന്നത് കണ്ണുകടി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പുസ്തകം കണ്ണുകടിയുണ്ടായി, അല്ലേ? അപ്പോ ചില ആളുകളുടെ രീതിയാണ്, അങ്ങനെ കണ്ണുകടിയുണ്ടായാൽ അവന്റെ നാശത്തിനെയും കാരണമായിട്ട്, കണ്ണുകടിക്കുന്നവനെയും അവന്റെ നാശത്തിന് അവൻ തന്നെ ചെയ്യുന്നു, വഴിയൊരുക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ കണ്ണുകടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആത്മാവായിട്ട് നമ്മൾ ചെയ്യണം, പ്രയത്നിക്കണം, അല്ലേ? ആരെയും ദുഃഖിപ്പിച്ചിട്ടോ വേദനിപ്പിച്ചിട്ടോ എന്ത് ചെയ്യണം? അതുപോലെ ആയിത്തീരണം. നമ്മളും ചെയ്യണം, പ്രയത്നിക്കണം. അല്ലാതെ ഒരുത്തന്റെ ഉയർച്ചയിൽ നമ്മൾ ചെയ്യരുത്, കണ്ണുകടി കാണിക്കരുത്, അല്ലെങ്കിൽ അസൂയ
കാണിക്കരുത് എന്ന് പറഞ്ഞു. പല ആവർത്തിയും ചെയ്തു. ദാവീദിനെ ചുവരിനോട് ചേർത്ത് കുത്തിക്കൊല്ലുവാൻ തക്കം ചെയ്തു. ശൗൽ കാണിട്ടു, പദ്ധതിയിട്ടു, പദ്ധതി ഒരുക്കി കൊന്നുകളയുവാൻ. ഇനി വേണ്ട, ദാവീദ് വേണ്ട എന്നുള്ള ചിന്തയായി. നോക്കണം, അപ്പോഴും ദാവീദ് ദൈവത്തോട് കൂടെ ഇരുന്നു. അതെ, ദാവീദ് ദൈവത്തോടെ കൂടെ ഇരുന്നു. തന്നെ ഒരു മനുഷ്യൻ കൊല്ലാൻ ശ്രമം നടത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടും ദാവീദ് ദൈവത്തോട് കൂടെ ഇരുന്നു. അല്ലേ, ദൈവം തിരഞ്ഞെടുത്തതായ വ്യക്തിയാണ് ആര്? ശൗലല്ല. നമുക്കൊരു രാജാവിനെ വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ യോഗ്യനായ ഒരു വ്യക്തിയെ ദൈവം കൊടുത്തു. അതാണ് ആര്? ശൗല്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി. അതുകൊണ്ട് ആ വ്യക്തിയെ ഒരു നോട്ടവും നിർത്താൻ പാടില്ല എന്ന് ദാവീദ് മനസ്സിലാക്കിയിരുന്നു. അല്ലേ, കൊല്ലാണ്ടാക്കണം ശ്രമിച്ചിട്ടും എന്തില്ല, പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ അപ്പോ അസൂയുണ്ടായി, വലിയ അസൂയുണ്ടായി എന്ന് കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, അഹങ്കാരമുണ്ടായി. അല്ലാതെ കാരണം ഒന്ന് അഹങ്കാരം, രണ്ട് അസൂയ, മൂന്നാമത്തെ കാര്യം ക്രൂരത. ക്രൂരമായി ദാവീദിനോട് ചെയ്തു. ശൗല് പെരുമാറി എന്നുള്ളതാണ്. അല്ലേ, നമുക്ക് വായിക്കാം 12 വാക്യം വായിച്ചതാണ്. നിങ്ങളൊന്ന് വായിക്കാം. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് ശൗല് കുന്തം ചാടി. എന്നിട്ടോ, എന്നാൽ ദാവീദ് 2 പ്രാവശ്യം അവന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും, യഹോവയോട് കൂടെ ഇരുന്നു, ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. ശൗല് ദാവീദിനെ ഭയപ്പെട്ടു. കാര്യം ശൗലിൽ നിന്നും ആര് വിട്ടുപോയി? ദൈവം വിട്ടുപോയി ശൗലിൽ നിന്നും. അല്ലേ, ഇപ്പൊ ദൈവം ആരെ കൂടെ ഇരിക്കുന്നു? ദാവീദിനോട് കൂടെ ഇരിക്കുകയാണ്. തിരിഞ്ഞു പോകരുത്, ദാവീദിനോട് കൂടെ ഇരിക്കുകയാണ്. അങ്ങനെ ചെയ്തു ശൗല് ദാവീദിനെ ഭയപ്പെടുവാൻ ഇടയായിത്തീർന്നു എന്ന് കാണുവാൻ സാധിക്കും. ക്രൂര ചിന്ത, അല്ലെ, ക്രൂരമായ ചിന്ത. ശൗൽ ദാവീദിനോട് വളരെ ക്രൂരമായിട്ട് ചെയ്തു പെരുമാറി എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. 1 ശമൂവേൽ 19-ാം അധ്യായം അതിന് 8 മുതൽ 12 വരെയുള്ള ഭാഗം വായിച്ചേ. 19-ാം അധ്യായം അതിന് 8 മുതൽ 12 വരെയുള്ള ഭാഗം. പിന്നെയും യുദ്ധം ഉണ്ടായാലേ ദാവീദ് പുറപ്പെട്ട് ഫെലിസ്ത്യരോട് പടവെട്ടി അവരെ കഠിനമായി തോൽപ്പിച്ചു. അവർ അവന്റെ മുന്നിൽ നിന്ന് ഓടി. യഹോവയുടെ പക്കൽ നിന്ന് ദുരാത്മാവ് പിന്നെയും ശൗലിന്റെ മേൽ വന്നു. ദുരാത്മാവ് വരുമ്പോഴാണ് പലരുടെയും സ്വഭാവമാകുന്നു. അല്ലേ, അവരുടെ ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് സാധാരണ എന്ത് ചെയ്യും? സ്വഭാവമാണ് മാറും. പിശാചിന്റെ സ്വഭാവമാണ്. അല്ലേ, നല്ല സ്വഭാവം ഇരിക്കുന്ന പല വ്യക്തികളും പെട്ടെന്ന് പ്രതികരിക്കും. ചില ആളുകൾ പറയും എല്ലാവരുടെയും മനസ്സിനകത്തൊരു സിംഹം ഉറങ്ങിക്കിടക്കുകയാണ്. അത് ഏത് സമയത്തും ചെയ്യും? ചാടി എഴുന്നേക്കും. അല്ലേ, എഴുന്നേൽക്കും. എല്ലാവരും ഞാനിപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, എല്ലാവരുടെ സ്നേഹമുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ഇഷ്ടമില്ലാത്ത വാക്കോ പ്രവർത്തനങ്ങളോ കണ്ടുവിടാതെയും പെട്ടെന്ന് ആ ഉറങ്ങിക്കിടക്കുന്ന ആളെയും ചാടി എഴുന്നേൽക്കും. ഉറങ്ങിക്കിടക്കുന്ന സിംഹം ചെയ്യും, ചാടി എഴുന്നേൽക്കും. അല്ലേ, അവർ ഏത് സമയം ചെയ്യും? പ്രതികരിക്കും. അല്ലേ, അങ്ങനെയുള്ളതായ ചിന്ത ഉണ്ടായിരുന്നു. എന്താ പറയുന്നത്? ഇവിടെ 10 മുതൽ 8 മുതൽ 12 ഭാഗം വായിക്കുമ്പോൾ അവൻ കയ്യിൽ കുന്തവും പിടിച്ച് തന്റെ അരമനയിൽ ഇരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. ദാവീദ് ഇതൊന്നും അറിയാതെ ഇവനെ ഭിത്തിയോട് ചേർത്തിരിക്കുന്ന കുന്തം വെച്ച് കുട്ടിക്കൊള്ളണമെന്ന് ആര് തീരുമാനിച്ചു? ശൗൽ തീരുമാനിച്ചു. പാവം ദാവീദ് ചെയ്തു? കിന്നരം വായിച്ചുകൊണ്ടിരിക്കുക. അല്ലേ, കിന്നരം വായിച്ചുകൊണ്ടിരിക്കുന്നു. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. പക്ഷെ ഇങ്ങനെ കിന്നരം വായിക്കുമെങ്കിലും അവരുടെ ശ്രദ്ധ എപ്പോഴും അപകടങ്ങൾ വരുന്നു എന്നാണ്. അല്ലെ, പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായപ്പോൾ ചെയ്തു മാറിക്കളഞ്ഞു. അങ്ങനെ ചെയ്തു ദാവീദ് രക്ഷപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. കുന്തം ചുവരിൽ തറച്ചു. ആ കുന്തം ചെയ്തു ചുവരിൽ തറച്ചു. ദാവീദ് ആ രാത്രിയിൽ തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ദാവീദിനെ കാത്തു രാവിലെ കൊന്നുകളയേണ്ടതിന് ശൗലന്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ഭാര്യയായ മീഖാൾ അവനോട്, ഈ രാത്രിയിൽ നിന്റെ ജീവനെ
അവൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു. അങ്ങനെ ക്രൂരമായ ഒരു സ്വഭാവം ആരുടെ മനസ്സിലാക്കുണ്ടായിരുന്നു? ശൗലിന്റെ മനസ്സിലാക്കുണ്ടായിരുന്നു. അവന്റെ പരാജയത്തിന് കാരണങ്ങളിലേക്കായിരുന്നു. അല്ലേ? നമ്മുടെ ജീവിതത്തിലും നമ്മുടേതായ ചില പരാജയങ്ങൾക്ക് കാരണം നമ്മുടെ ദൂഷ്യ സ്വഭാവമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? ഇവിടെ വളരെ ക്രൂരമായിട്ട് ദൈവത്തോട് പെരുമാറി. അസൂയ ഉണ്ടായിരുന്നു, അഹങ്കാര മനോഭാവം ഉണ്ടായിരുന്നു. പിശാച് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വഭാവതയും പെട്ടെന്ന് മാറിപ്പോകാനിടയായി. നല്ല സ്വഭാവത്തിലേക്ക് നമ്മുടെ സ്വഭാവതയും പെട്ടെന്ന് മാറും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്നെ പിശാചിൽ വസിക്കുകയാണ്. അല്ലെ? ദൈവം വസിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് അത്തരത്തിലുള്ളതായ സ്വഭാവ രീതികൾ വരുവാൻ കഴിയില്ല. എന്നാൽ ഇവിടെ പിശാച് കൂടാതെ വരും. ശൗലിന്റെ മേൽ വരുമ്പോൾ അവൻ ചെയ്യുന്നു ഇങ്ങനെ ക്രൂരമായ സ്വഭാവ രീതികൾ കാണിക്കാനിടയായിട്ടുണ്ട്. പിന്നെ അടുത്തത് നാലാമത്തെ കാര്യം അനുസരണക്കേട്. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. എന്തായാലും അറിയാമോ? നമുക്ക് വായിക്കാം. 15 അധ്യായം അതിന് 3 അതിന്റെ 8 മുതലുള്ളതായ ഭാഗം. ഇതിനെല്ലാത്തിനും കളയണം, ഒന്നിനെ അവശേഷിക്കരുത്. പകരം ഇയാൾ എന്ത് ചെയ്യുന്നു അറിയാമോ? ശൗല് അമാലേക്യ രാജാവായ ആഗാഗിനെയും മേഖലമായ ആടുകളെയും ചെയ്തത് നിസാരമായവയെ മാത്രം ദുർബലമാക്കി. മോശമായതിനെ ചെയ്തു, എല്ലാത്തിനും ചെയ്യണം, നശിപ്പിച്ചു പറഞ്ഞപ്പോൾ മോശമായതെല്ലാം ചെയ്തു, നശിപ്പിച്ചു. നിസാരമായതിനെയൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടോ ബാക്കി കൊള്ളാവുന്ന അത്രയും ചെയ്തു, സമ്പാദിച്ചു. അപ്പൊ ദൈവത്തോട് ചെയ്തു അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേട് ദൈവത്തോട് കാണിച്ചു. 8 മുതൽ വായിച്ചേ. അമേലൊക്കെയുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു. ജനങ്ങളൊക്കെയും വാളിന്റെ വാക്കയാല് നിർഭൂലമാക്കി. എന്നാൽ ശൗലും ജനവും ആഗാഗിനെ ആട്, മാട്, കടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സിലാക്കിയതു ജീവനോടെ സൂക്ഷിച്ചു. എല്ലാം നശിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ചെയ്തു, കൊള്ളാവുന്ന രാത്രിയിൽ എന്ത് ചെയ്തു? സൂക്ഷിച്ചു. ഹീനവും നിസാരവുമായവരെയൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. കൊള്ളാത്തതെല്ലാം ചെയ്തു, നശിപ്പിച്ചു കളഞ്ഞു. ദൈവം പറഞ്ഞ കാര്യത്തെ വിപരീതമായിട്ട് ചെയ്തു. അതുകൊണ്ട് അവൻ ദൈവം ചെയ്തു അനുസരണക്കേട് കാണിച്ചു എന്ന് പറയുക. അല്ലെ? അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലത്. നമ്മൾ ആദ്യം വായിച്ച വാക്യം, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും കനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് കാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പൊ അനുസരണയില്ലാതെ ദൈവത്തോട് ചെയ്തു തീരുമാനം. ദൈവം പറഞ്ഞതിന് വിപരീതമായിട്ട് ചെയ്തു, പ്രവർത്തിക്കുവാനിടയായി. പരാജയത്തിന്റെ 4ാമത്തെ കാരണം, അവസാനത്തെ കാരണം എന്ന് പറയുന്നത്, 5ാമത്തെ കാരണം എന്ന് പറയുന്നത് ആഭിചാരം. അല്ലേ? ദൈവം തിരഞ്ഞെടുത്തതായ രാജാവ് അവസാനം തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആഭിചാരം ചെയ്യുമെന്നൊക്കെ തയ്യാറായി. അല്ലേ? നോക്കണം, ദൈവം വെറുക്കുന്നതായ ഒരു കാര്യമാണ് ആഭിചാരം ചെയ്യുക എന്നുള്ളത്. അല്ലേ? ആഭിചാരം ചെയ്യുന്നതായ വ്യക്തികളെല്ലാം ദൈവം വെറുക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. നമ്മൾ ചെയ്തത് ഒരിക്കലും ആഭിചാരത്തിന്റെ പിറകെ കടന്നു പോകരുത്. 28-ാം അധ്യായം എന്ന് പറയുന്നത് നോക്കാം. 28-ാം അധ്യായം അതിന് 7 മുതൽ 8 വരെയുള്ളതായ ഭാഗം വായിച്ചേ. 7-ഉം 8-ഉം വാക്യം വായിച്ചേ. അപ്പോൾ ശൗൽ തന്റെ ഭൃത്യന്മാരോട് എനിക്കൊരു വെളിച്ചപ്പാടത്തിയെ അന്വേഷിക്കും. കാര്യം
അല്ലേ? അപ്പോൾ ശൗൽ തന്റെ ഭൃത്യന്മാരോട് എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പിൻ, ഞാൻ അവരുടെ അടുക്കൽ ചെന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. അവന്റെ ഭൃത്യന്മാർ അവനോട് എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തെ ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയാണ്? എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തെ ഉണ്ടെന്ന് പറഞ്ഞു. ശൗല് വേഷം മാറി വേറെ വസ്ത്രം ധരിച്ചു, രണ്ടാളെയും കൂട്ടി പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി, വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവരെ വരുത്തി തരികയും ചെയ്യണം എന്ന് പറഞ്ഞു. വെളിച്ചപ്പാടത്തെ അന്വേഷിച്ച് പോവാം. നമ്മളും ഇങ്ങനെയാണ്. നമ്മൾ അറിയുന്നു, നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ല എങ്കിലും ഒരു കാര്യം നടന്നതായി നമ്മളോട് ചോദിച്ചത് ചെയ്യും. വെളിച്ചപ്പാടത്തെ അന്വേഷിച്ച് പോകുന്ന ചില ആളുകളുണ്ട്. ആ വ്യക്തികളെ ദൈവം ചെയ്യുന്നു വെറുക്കുന്നു എന്ന് നമുക്ക് കാണുവാനൊക്കെ മനസ്സിലാക്കാം. ആ വിചാരക്രിയ അത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. നമ്മുടേതായ ആവശ്യം നമ്മൾ ദൈവത്തോട് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യും, അത് കേൾക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവത്തെയും അറിയും, വെളിച്ചപ്പാടത്തിമാരെയും അറിയും, വെളിച്ചപ്പാടന്മാരെയും അറിയും. അത് പാടില്ല, അത് തെറ്റാണെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും വെളിച്ചപ്പാടത്തിന്റെ അടുത്തേക്ക് കടന്നു പോകരുത്. ഈ 5 കാരണങ്ങൾ കൊണ്ടാണ് ശൗലിന്റെ ജീവിതത്തിലെ വലിയ പരാജയം നേരിട്ടത്. ഒന്നാമത്തെ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം തന്റെ ജീവിതത്തില് അഹങ്കാരം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാരണം അസൂയ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാരണം ക്രൂരത ഉണ്ടായിരുന്നു. നാലാമത്തെ കാരണം അനുസരണക്കേട്. അഞ്ചാമത്തെ കാരണം ആഭിചാരത്തിന് പോയി. ഈ 5 കാരണങ്ങൾ കൊണ്ടാണ് ശൗലിന്റെ ജീവിതത്തില് വലിയ പരാജയം നേരിട്ടതും തന്റെ രാജസ്ഥാനം ചെയ്തത് ദൈവമെടുത്ത് കൊടുത്തതും ദാവീദിന് കൊടുത്തത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗത്തില് അതിന് എന്ത് ചെയ്യണം? സലാം പറയണം. അത് വേണ്ട. നമ്മൾ ദൈവമക്കളാണ്. അതിനാൽ ദൈവത്തിൽ പ്രത്യാശ വെച്ചു ദൈവത്തിനായി തന്നെ ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചെയ്യണം, ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം. അങ്ങനെ തോന്നുവാൻ ആളുകളിൽ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് ജീവിച്ച് ദൈവത്തിന് മഹത്വം നൽകുവാൻ കർത്താവ് നിങ്ങളെ സഹായിച്ച ദൈവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം